മാഡം മാഡത്തിന്റെ ഫുഡോ? ഞാൻ എത്ര നേരം ഇത് ഓർഡർ ചെയ്തിട്ട്? നിനക്ക് ഇഷ്ടത്തിന് ഡെലിവറി ചെയ്താൽ മതിയോ? പോ കൊണ്ടുപോ. ഇവിടെ ആർക്കും വേണ്ട ഈ ഫുഡ്. മാഡം ഞാൻ പറയുന്ന ഒന്ന് കേക്ക് മാഡം. നീ പറയുന്നത് കേൾക്കാൻ എനിക്കിപ്പോ സമയമില്ല. നീ മര്യാദക്ക് ഇത് കൊണ്ടുപോക്കോ. മാഡം ഞാൻ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അവരെ ഹോസ്പിറ്റലിലാക്കാൻ കൊണ്ടുപോയി. അതാണ് ലേറ്റ് ആയത്. പ്ലീസ് മാഡം ഈ ഫുഡ് ഒന്ന് എടുക്കും മാഡം. ഓഹോ, ഫുഡ് ഡെലിവറി ചെയ്യാൻ താമസവും അതിന്റെ കൂടെ ഒരു കള്ളത്തരും. നീ ആള് കൊള്ളാമല്ലോ. മര്യാദക്ക് നീ പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യും. അയ്യോ കംപ്ലൈന്റ് ഒന്നും ചെയ്യില്ലേ മാഡം. ഈ ഫുഡ് മാത്രം എടുത്താൽ മതി, എന്റെ ജോലി പോകും. പ്ലീസ് മാഡം. നീ ഇത് കൊണ്ടുപോകുന്നുണ്ടോ അതോ ഞാൻ കംപ്ലൈന്റ് ചെയ്യണോ? കൊണ്ടുപോകാനാ പറഞ്ഞത്. വേണ്ട മാഡം, ഞാൻ പൊക്കോളാം. പൊക്കോ. എന്നാ മാഡം ഫുഡ്. ഓഹോ, മോളിന്ന് കറക്റ്റ് സമയത്ത് വന്നല്ലോ. മാഡം ക്യാഷ് ആണോ ഗൂഗിൾ പേ ആണോ? ക്യാഷ് ആണ് മോളെ. മോളകത്തോട്ട് വാ, ഞാൻ ക്യാഷ് എടുത്തു തരാം. മാഡം ഞാൻ പുറത്ത് നിൽക്കാം, ക്യാഷ് കൊണ്ടുവന്നാ മതി. ഇല്ല മോളെ, മോളകത്തോട്ട് വാ, പൈസ എടുത്തു തരാം. വാ മോളെ, വന്നിരിക്കേ. എന്താ മോളെ നോക്കുന്നത്? മോളൊന്ന് രക്ഷിച്ച കുട്ടിയായത്. ഹലോ, ആരാ? എന്തു പറ്റി? ഏത് ഹോസ്പിറ്റലാണ്? ഇപ്പൊ വരാം സാർ. ഞാന് സോറി മോളെ, അന്ന് മോള് പറഞ്ഞത് കള്ളത്തരാണെന്ന് ഞാൻ വിചാരിച്ചു. അന്ന് ഒരുപാട് മോളെ ഞാൻ വഴക്ക് പറഞ്ഞു. എനിക്ക് ആകെ ഉള്ളത് ഒരേ ഒരു മകനാണ്. ആ മകന്റെ കുട്ടിയാണിത്. എന്നെ ഏൽപ്പിച്ചിട്ടാണ് എൻ്റെ മകൻ വിദേശത്ത് പോയത്. അന്ന് മോൾ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ ഇന്ന് എൻ്റെ കൂടെ കാണില്ലായിരുന്നു. വളരെ നന്ദിയുണ്ട് മോളെ, നിന്നെ ദൈവം രക്ഷിക്കും. മാഡം ഞാനിത് ചെയ്യുന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. കുഞ്ഞിപ്പോ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി. മോളെ, നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണേ. മാഡം എനിക്ക് 5 സ്റ്റാർ റേറ്റിംഗ് മാത്രം മതി.